പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന അനുരൂപ് ശരീരം തളർന്ന് വീട്ടിൽ കിടപ്പിലാണ്. പോലീസ് പെട്രോളിങ്ങിനിടയിലുണ്ടായ വാഹന അപകടമാണ് ജീവിതത്തിലെ തീരാവേദനയായി മാറിയത്. വേദനയിലും തന്നെ ചേർത്ത് പിടിച്ചവരുടെ കഥ പറയുകയാണ് അനുരൂപ്. 2023 ജൂലൈ 15 അപകടം. അന്ന് പേരാമ്പ്ര പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് സ്റ്റേഷൻ വണ്ടിയിൽ തന്നെ നമ്മൾ എല്ലാവരും പെട്രോളിങ്ങിന് പോവുകയാണ്. കാണുന്ന മുട്ടന്തറ വില്ലേജ് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരിറക്കത്തു നിന്ന് ബ്രേക്ക് പോയിട്ട് വണ്ടി നിയന്ത്രണം വിട്ട് പിന്നെ മതിലിടിക്കുകയായിരുന്നു. കോഴിക്കോട് മണിയൂരിലെ വീട്ടിൽ അനുരൂപ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷം 2 കഴിഞ്ഞു. 2 വർഷം മുൻപ് വരെ പോലീസ് കുപ്പായമിട്ട അനുരൂപായിരുന്നു. പോലീസ് പെട്രോളിങ്ങിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ വാഹനാപകടം എല്ലാം മാറ്റിമറിച്ചു. ഈ അപകടത്തിൻ്റെ സ്പോട്ട് തന്നെ എൻ്റെ കൈകാലുകൾക്കൊക്കെ ചലനം നഷ്ടപ്പെട്ടാൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ബോധം ഉണ്ടായിരുന്നു, ബോധം നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഐസിയുലുള്ള വിവരം പിന്നെ ഒന്നും എനിക്കറിയില്ല. ഈ വണ്ടിയിൽ നിന്ന് തന്നെ എനിക്ക് കൈയും കാലും ഈ നമ്മളെ തൊട്ടാവാടീൻ്റെ ഇല തട്ടി പോയിട്ട് താണു പോകുന്ന അവസ്ഥയൊക്കെ ആ ഒരവസ്ഥ എനിക്ക് ശരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ആളുകാൻ പറ്റിയിട്ടില്ല. പിന്നെ തെറാപ്പിയിലൂടെ കൈകൾക്ക് സ്വാധീനം ലഭിച്ചു തുടങ്ങി. കാലുകൾക്ക് പക്ഷേ ചലനമില്ല. പോലീസ് യൂണിഫോം അഴിച്ചു വെക്കേണ്ടി വന്നതിൻ്റെ സങ്കടം ആവോളമുണ്ട്. പക്ഷേ ആ വേദനയിലും സന്തോഷം പകരുന്ന കൂട്ടുകാരാണ് അനുരൂപിൻ്റെ കരുത്തും പ്രതീക്ഷയും. സ്വന്തമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി വരുന്നത് മനസ്സ് നിറഞ്ഞ് കാണുന്നതിനിടയ്ക്കാണ് അപകടം വന്നെത്തിയത്. സ്വപ്നം മുറിഞ്ഞു വീഴും മുൻപേ ഉറ്റവർ അനുരൂപിൻ്റെ വീടെന്ന സ്വപ്നത്തിലേക്ക് സന്തോഷത്തോടെ കയറി ചെന്നു. എൻ്റെ സ്വപ്ന ഭവനം പൂർത്തിയാക്കി തന്ന പോലീസ് സേനയാണ്. പോലീസ് സേനയും അസോസിയേഷൻ മേലധികാരികളുടെ സമ്മതത്തോടുകൂടി അസോസിയേഷൻ സംസ്ഥാനം മുഴുവൻ പിരിപ്പിച്ചിട്ടാണ് ഈ കംപ്ലീറ്റ് പണി പൂർത്തിയാക്കിയത്. പോലീസ് ഡ്യൂട്ടിക്കിടയിലുണ്ടായ അപകടം അന്ന് മന്ത്രിസഭയിൽ ചർച്ചയായി. ഡ്യൂട്ടിക്കിടയിൽ വീണുപോയ മനുഷ്യരെ ചേർത്തു പിടിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചു. ശമ്പളം നൽകണമെന്ന് ഉത്തരവുണ്ടായി. മന്ത്രിസഭാ യോഗം തോന്നുന്നു അത് തീരുമാനമെടുത്തെന്ന്. അപ്പോൾ ഡ്യൂട്ടിക്കിടെ പരിക്ക് പറ്റുന്ന പോലീസുകാർക്ക് അവധിയോടുകൂടി ശമ്പളം കൊടുക്കണം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസിലെ എല്ലാ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. അത് നമുക്ക് അങ്ങനെ ഡ്യൂട്ടി ചെയ്യാനുള്ളൊരു പ്രചോദനം തന്നെയാണ്. അത് നല്ലൊരു ഓർഡറാണ്. പുഞ്ചിരിച്ചാണെങ്കിലും സങ്കടത്തോടെ പറഞ്ഞ കാര്യമൊന്നുണ്ട്. സ്നേഹം നിറഞ്ഞ വീടിൻ്റെ തറയിൽ കാലുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. കിടക്കുന്ന മുറിയല്ലാതെ വീട്ടിലെ മറ്റു മുറികളൊന്നും കണ്ടിട്ടില്ല. എന്നാൽ സന്തോഷം പകരുന്ന മക്കളും ഭാര്യയുമാണ് ഈ പോലീസുകാരൻ്റെ സന്തോഷം. അനുരൂപ് സാറ് ആഗ്രഹിച്ചണിഞ്ഞ യൂണിഫോമാണ്. 13 വർഷമാണ് സർവീസിലുണ്ടായിരുന്നത്. ആ യൂണിഫോമിൻ്റെ കരുത്തും ഉന്മേഷവും ഒക്കെ ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അംഗബലം കൂട്ടണം, പോലീസിനെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യണമെന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറയാനുള്ളത്. അരുൺ കിഷോറിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.